ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ ബജാജിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് N160 ആണ് ഇരിക്കുന്നത്. അപ്പോൾ വണ്ടി കുറച്ച് മാറ്റങ്ങളായിട്ടാണ് ഇപ്പോൾ 2024 ഈ ഒരു അപ്ഡേഷനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചധികം മാറ്റമുണ്ട്. ഞാൻ മാറ്റങ്ങൾ എന്താണെന്ന് തന്നെ ആദ്യം പറഞ്ഞേക്കാം. ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഷാമ്പ്യൻ ഗോൾഡ് അപ്സൈഡ് ഡൗൺ ഫോർക്ക് ഇപ്പോൾ നമുക്ക് N160 അവൈലബിൾ ആണ്. അത് കൂടാണ്ട് വണ്ടിക്ക് ഇപ്പോൾ LED ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. ഇതാണ് മേജർ 2024 അപ്ഡേറ്റ് എന്ന് പറയുന്നത്, അതായത് വിഷ്വലി കാണുമ്പോൾ. പിന്നത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കൺസോളാണ്. കൺസോൾ നമുക്ക് ഇപ്പോൾ ടേൺ ബൈ ടേൺ നാവിഗേഷൻ, നമ്മുടെ ABS മോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഈ വണ്ടിയിലേക്ക് വന്നിട്ടുണ്ട്. പ്രീവിയസ്ലി ഈ ഒരു ABS മോഡും ടേൺ ബൈ ടേൺ നാവിഗേഷനും നോക്കി ഈ വണ്ടിയിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് N250 കണ്ടുവന്ന അതേ കൺസോൾ തന്നെയാണ് നമുക്ക് N160 വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടിയുടെ ഒരു വാക്ക് റൗണ്ട് കാണിച്ചു തരാം. വണ്ടിയുടെ ഫിനാൻസ് ഡീറ്റെയിൽസും ഈ വീഡിയോ തന്നെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് വണ്ടിക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ബിഗ് താങ്ക്സ് ടു എളംകുളം ബജാജ്. ഇവരാണ് നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്ന് വിളിച്ച് നോക്കുക. പിന്നെ പലരും ചോദിച്ചത് സംശയമാണ്, ഡോമിനാർ 400 ഇപ്പോൾ നിർത്തിയോ, അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ള കാര്യത്തിൽ. ഡോമിനാർ അകത്തിരിക്കുന്നത് ഡോമിനാർ 400 കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അത് നിർത്തിയിട്ടൊന്നുമില്ല, ഇപ്പോഴും ഉണ്ട്. പിന്നെ ഒരാൾ ചോദിച്ചു എൻ്റെ അടുത്ത്, ഈ അടുത്ത് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടോയെന്ന് ചോദിച്ചു. ഡോമിനാർ 400 ഇല്ലെന്നാണ് അറിഞ്ഞത്. കാരണം ബജാജ് ഡോമിനാറിൽ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്ക് 2025 എക്സ്പെക്ട് ചെയ്താൽ മതി. കാരണം അവർ വെയിറ്റ് കുറച്ചിട്ടുള്ള എന്തോ പരിപാടിയാണ് ചെയ്യണമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ 2025 നമുക്ക് എക്സ്പെക്ട് ചെയ്താൽ മതി. പിന്നെ ചോദിച്ചാണ് NS400 എവിടെയെന്ന്. അതിന് ഞാൻ ചോദിക്കണേ, NS400 എവിടെ? ഒരെണ്ണം പോലും ഇന്ത്യയിൽ ഡെലിവർ ആയിട്ടില്ല. എന്തോ അവർ കുറച്ച് ട്വിക്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിരിക്കണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ വണ്ടി എനിക്ക് 2 വീക്സ് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിയിൽ വരും. അപ്പോൾ ഞാൻ വണ്ടിയുടെ ഒരു റൈഡ് റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യാം, സിറ്റിയിൽ ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് നമ്മുടെ N160 ആണ്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പെയിൻറ്റഡ് ആയിട്ടുള്ളൊരു ഹെഡ് ഇപ്പോൾ വരുന്നുണ്ട്. നമുക്കിവിടെ ആണെങ്കിൽ ഒരു DR വരുന്നുണ്ട്. അത് കൂടാണ്ട് ഒരു വലിയ മാസീവായിട്ടുള്ള MT ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര വലിയ ഒരു പ്രൊജക്ടറും വരുന്നുണ്ട്. ഹൈ ബീമും ലോ ബീമും ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റഡ് ആണ്. പിന്നെ നമുക്കിവിടെ LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു ആ ഒരു ഷാമ്പ്യൻ ഗോൾഡ് ഫിനിഷ് ആയിട്ടുള്ള I think 37 ആണെന്ന് തോന്നുന്നു. പക്ഷേ എനിക്ക് ഒറ്റ കണ്ടിട്ട് ഇത് NS200 ആയിട്ട് തോന്നുന്നുണ്ട്. 37 or 33 ഇതിലേതാണ്? കാരണം നമുക്ക് അളന്ന് നോക്കാൻ ടേപ്പും കാര്യമൊന്നുമില്ല. ഇപ്പം താഴേക്ക് നോക്കുവാണെങ്കിൽ ഒരു 300 mm മാസീവ് ആയിട്ടുള്ള 300 mm ഡിസ്ക് ഉണ്ട്. I think 160 അല്ലെങ്കിൽ 150 to 180 cc ഏറ്റവും മാസീവ് ആയിട്ടുള്ള ഡിസ്ക് ഉള്ളത് N160ക്കും NS160ക്കും മാത്രമാണ്. MTയുടെ പോലും കുഞ്ഞ് ഡിസ്ക്കാണ്. ഇത് ഭയങ്കര മാസീവ് ആയിട്ടുള്ള ഡിസ്ക്കാണ്. അത് കൂടാണ്ട് തന്നെ ബ്രേക്കിംഗ് ഡ്യൂട്ടി ഹാൻഡിൽ ചെയ്യുന്നത് ഗ്രമേക്കയാണ്. പിന്നെ ഒബ്വിയസ്ലി ഇതൊരു ഡ്യുവൽ ചാനൽ ABS വണ്ടിയാണ്. അതുകൊണ്ടാണ് വണ്ടിക്ക് ഇപ്പോൾ റൈഡ് മോഡും ABS മോഡും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ 15 ഇഞ്ച് അലൈസാണ്, ട്യൂബ്ലെസ് ടയറാണ്. ഒരു 180ൻ്റെ MRF നൈലോസ് ആപ്പർ എന്ന ടയർ വരുന്നുണ്ട് ഫ്രണ്ടിൽ. ഓക്കെ, പിന്നത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് പലരും എനിക്കറിയാം ഊഹിച്ചിരിക്കുന്നുണ്ട്, വണ്ടിയുടെ ഓയിൽ കൂളർ അവരെടുത്ത് കളഞ്ഞു. പ്രീവിയസ്ലി ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 164 cc 2 വാൽവ് ഓയിൽ കൂൾഡ് എഞ്ചിനായിരുന്നു. ഇപ്പോൾ അവർ ഓയിൽ കൂളിംഗ് എടുത്ത് കളഞ്ഞു. അതിൻ്റെ മേജർ റീസൺ എന്ന് പറഞ്ഞാൽ അതൊരു 2 ലൈൻ ഓയിൽ കൂളർ ആയിരുന്നു. അതുകൊണ്ട് വലിയ ഗുണമൊന്നും ഇല്ലെന്നാണ് ബജാജ് പറഞ്ഞത്. കാരണം അവർ ടെസ്റ്റ് ചെയ്യാണ്ടൊന്നും എടുത്ത് കളയില്ലല്ലോ, വലിയ എഫിഷ്യൻ്റ് അല്ല, ഉള്ളതില്ലാത്ത കണക്കാന്നവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഓയിൽ കൂളർ അവർ റിമൂവ് ചെയ്തിട്ട് ഇപ്പോൾ എയർ കൂളിംഗ് മാത്രമാണ് വരുന്നത്. I think 160 cc 2 വാൽവ് എയർ കൂൾഡ് എഞ്ചിനാണ്. ഇപ്പോൾ പവർ ഔട്ട്പുട്ട് പറയുന്നത് അറൗണ്ട് ഒരു 16 bhp. ടോർക്ക് എന്ന് പറയുന്നത് I think 14.5 PS ആണ് വരുന്നത്. ടോപ്പ് സ്പീഡ് നമുക്ക് വരുന്നത് അറൗണ്ട് ഒരു 120-125 ആണ് ടോപ്പ് സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഞാൻ ഒരുപാട് തവണ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ റിഫൈൻമെൻ്റ് ആണ്. I think ഇന്ത്യൻ മാനുഫാക്ചർ ഞാൻ പറഞ്ഞ എനിക്ക് എടുത്തു. I think വൺ ഓഫ് ദ മോസ്റ്റ് റിഫൈൻഡ് 160 cc ആണ് ഇതെന്ന് പറയുന്നത്. ഹോണ്ടേ യമഹ ഒക്കെ ആയിട്ടാണ് ഈ എഞ്ചിൻ കമ്പയർ ചെയ്യുന്നത്, അല്ലാണ്ട് ഒരു ഇന്ത്യൻ മാനുഫാക്ചറായിട്ട് കമ്പയർ ചെയ്യുന്നില്ല. ഈവൻ ഞാൻ RTR 160 എടുത്താൽ കൂടെ RTR 160ക്ക് റിഫൈൻമെൻറ്റ് കാര്യം പറയുവാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് പോലും വയ്ക്കാൻ പറ്റില്ല. കാരണം റിഫൈൻമെൻറ്റിൽ ഇത് ഒരുപാട് മുന്നിലാണ്. ഇത് മേറ്റഡ് ടു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, 6 സ്പീഡ് അല്ല. നമുക്ക് സ്ലിപ്പർ ക്ലച്ച് കാര്യങ്ങളുണ്ടോയെന്ന് ഇപ്പോഴും കൺഫേംഡ് അല്ല. അതിൻ്റെ ആവശ്യമില്ല, കാരണം വണ്ടി എക്സ്ട്രീംലി റിഫൈൻഡ് ആണ്. പല യൂട്യൂബേഴ്സും വണ്ടി ക്ലച്ച് ഇല്ലാതെ അപ്ഡേഷൻ ആവശ്യമൊക്കെ ചെയ്യുന്നുണ്ട്, കാരണം എക്സ്ട്രീംലി റിഫൈൻഡ് ആണ്. അപ്പോൾ ഇതിന് സ്ലിപ്പർ ക്ലച്ച് ഉണ്ടോ ഇല്ലയോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി കൂടി അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ വെബ്സൈറ്റിലും കാര്യമൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇല്ലാന്ന് തന്നെ പറഞ്ഞേക്കാം, ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു കുറച്ചൊന്ന് റിയർ സെറ്റ് ആയിട്ടുള്ള ഫുഡ് പെക്സ് ഉണ്ട്. ഒരുപാട് റിയർ സെറ്റ് അല്ല, കുറച്ച് പൊട്ടിക്ക് റിയർ സെറ്റാണ്. കാരണം ഇവിടെ റൈഡിംഗ് പൊസിഷൻ കുറച്ച് സ്പോർട്ടിയാണ്, അതിനകത്തേക്ക് ഞാൻ വരാം. പിന്നെ ഇവിടെ ബ്രേക്ക് റിസർവോയർ ഇവിടെ ഗ്രമേക്കാന്നൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ നീറ്റായിട്ടുള്ളൊരു അലുമിനിയം ഫിനിഷുള്ളൊരു റിയർ പാസഞ്ചർ ഫുഡ് പെക്സിന്. പിന്നെ നമുക്ക് സെൻട്രൽ സ്റ്റാൻഡ് വരുന്നുണ്ട്. പിന്നെ
മോണോഷോക്ക് 5 സ്റ്റെപ്പ് 6 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് ഉണ്ട്. നമുക്ക് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോഫ്റ്റ് നോക്കാം, ഹാർഡ് നോക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പിന്നെ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഒരു ബോക്സർ സിംഗാൻ കാണാം. പിന്നെ ഒരു 230mm ഒരു ഡിസ്ക് കാണാൻ പറ്റും. ഇത് പെറ്റൽ ഡിസ്ക് അല്ല, നോർമൽ ഡിസ്ക് ആണ്. പിന്നെ ക്രമേക്കാൻ്റെ ബ്രേക്സിനാണ് ബാക്കിൽ വരുന്നത്. പിന്നെ പറഞ്ഞു ഒരു 17 ഇഞ്ച് അലോയ്സ്, ഒരു 1/3 സെക്ഷൻ ടയറാണ് ബാക്കിൽ വരുന്നത്. പിന്നെ ഒരു നീറ്റായിട്ടുള്ള ഹഗ്ഗർ കാണാം. പിന്നെ ആ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ട്വിൻ LED സ്ട്രിപ്പ് കാണാൻ പറ്റും. ഇത് അടിപൊളിയാണ്. ഇത് വൈറ്റ് ആണ്. ഇത് ബ്രേക്ക് പിടിക്കുമ്പോൾ മാത്രമേ ലൈറ്റ് കത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ ആ പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്ന ഒരു LED ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ വളരെ നിറഞ്ഞിരിക്കും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, ഞാൻ സാരികാണ്ട വലിയ ഫാനല്ല, അതുകൊണ്ടാണ് ഞാൻ സാരികാണ്ട എപ്പോഴും കളിയാക്കുന്നത്. ഐ തിങ്ക് സാരികാട് വണ്ടിയുടെ ഒരു ബ്യൂട്ടി റൂയിൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട്. അതാണ് ഞാൻ എൻ്റെ ഏത് വീഡിയോ ശ്രദ്ധിച്ചെടുത്താലും ഞാൻ സാരികാണ്ട ഭയങ്കരമായിട്ട് കുറ്റം പറയും. അപ്പോൾ ഇതും ബോറാണ്, നോ എക്സെപ്ഷൻ. അങ്ങനെ ബോറായിട്ടുള്ള സാരികാട് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു സെൻറ്റർ സ്റ്റാൻഡിൻ്റെ ഇതൊക്കെ കാണാൻ പറ്റും. വളരെ പൊങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസിയാണ് ഇതിങ്ങനെ ചവിട്ടി നിലത്തേക്ക് ഇടാനൊക്കെ ആണെങ്കിലും കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്ര പൊക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ആ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ്, ക്ലച്ചൊക്കെ നോക്കി നിങ്ങൾ വേണ്ട 1 ഫിംഗർ വെച്ച് ആക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് സ്ലിപ്പർ ക്ലച്ച് ഉണ്ടോയെന്ന് ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്താൽ കൂടി അറിയാൻ പറ്റില്ല. പിന്നെ ഒരു ഐ തിങ്ക് 30 ലിറ്ററോ എന്തുകൊണ്ട് ഫിൽ ടാങ്ക് വരുന്നത്. ഇത് മെറ്റലാണ്. ഈ ഒരു ടാങ്ക് എന്ന് പറഞ്ഞാൽ മെറ്റലാണ്. പക്ഷേ ഈ ടാങ്ക് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഫൈബർ പീസാണ്. നമുക്കിവിടെ പൾസറിനൊക്കെ എഴുതിയിട്ടുണ്ട്. ഐ തിങ്ക് ഇവിടേക്കാളും ബെറ്റർ ഇവിടെ പൾസർ ലോഗോ തന്നെയാണ്. ഈ ലുക്ക് എന്നൊക്കെ പറഞ്ഞാൽ അപാരമാണ് കേട്ടോ. നല്ല രസമുണ്ട് ഇതിങ്ങനെ കർവ് ചെയ്ത് പോലെ കാണാനായിട്ട്. പുറമേ നിന്ന് വണ്ടി എങ്ങനെ ആയിക്കോട്ടെ, പക്ഷേ ഇങ്ങനെ നോക്കുമ്പോഴല്ലോ അടിപൊളിയാണ്. പിന്നെ സീറ്റ്സൊക്കെ അത്യാവശ്യം വൈഡാണ്. ഇത് നോക്കി ശരിക്കും ഒരു സോഫ സെറ്റിലേക്ക് ഇരിക്കണ പോലത്തെ വളരെ ലോങ് ആയിട്ടുള്ള സീറ്റാണ്. പക്ഷേ ഒരുപാട് കംഫർട്ടാണെന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് തിങ്ക് അത്ര കംഫർട്ടബിൾ തോന്നുന്നില്ല. കാരണം ഇത്ര സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ലോങ് റൈഡും കാലൊക്കെ എടുക്കുമ്പോഴത്തേക്കും കുറച്ചൊന്നും മടുക്കാൻ ചാൻസ് ഉണ്ട്. റിയർ സീറ്റ് ആയാലും എന്നെ കഴി വെച്ച് കാണിക്കുകയാണെങ്കിൽ ഭയങ്കര വലിയ റിയർ സെറ്റാണ്. നമുക്ക് വലിയ റിയർ സെറ്റും കാലൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നല്ല പിടിച്ചിരിക്കാനായിട്ട് ഗ്രാബിളും കാലും വരുന്നുണ്ട്. ഓൾറൈറ്റ്, ഇത് നമുക്ക് വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് കയറിയിരിക്കാം. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 795mm ആണ്, വിച്ച് ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. കാരണം വണ്ടി ഇരുന്നാലും വണ്ടി ഒരു കുറച്ച് താഴുന്നുണ്ട്. ഐ തിങ്ക് റിയർ സസ്പെൻഷൻ ഭയങ്കര സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് വണ്ടി ഇരിക്കുന്നുണ്ട്. പിന്നെ റൈഡിംഗ് പൊസിഷൻ പറയുവാണെങ്കിൽ കൈ കുറച്ചൊന്ന് മുന്നിലേക്കാണ്, കുറച്ച് സ്പോർട്ടിയാണ്. അതായത് നിങ്ങൾ പൾസർ 150 180 കണ്ടിട്ടുണ്ടോ, അത് കുറച്ചൊന്നും ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ആൾക്കാർ ഓടിക്കുമ്പോൾ ആഞ്ഞാണ്ടിരിക്കുന്നത്. ആ ഒരു സ്പോർട്ടിംഗ് പൊസിഷനാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ഹാൻഡിലാണ്, പക്ഷേ ഹാൻഡിൽ കണ്ടാൽ ഹാൻഡിൽ കുറച്ചുകൂടി അങ്ങാടെ വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് ബെൻഡുമാണ്. ആ ഒരു ക്ലിപ്പ് ഓൺ ടൈപ്പ് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ കാല് ഞാൻ പറഞ്ഞു കുറച്ച് പിന്നിലേക്കുണ്ട്, അന്ന് ഒരുപാടില്ല. പിന്നെ ഈ വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. ഈ ഒരു ടാങ്കിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോയി കാണാനായാലും ഈ മൊത്തത്തിലുള്ള വ്യൂ കാണാൻ നല്ല രസമുണ്ട്. ഐ വിഷ് ഈ ഹാൻഡിൽ കുറച്ച് നേരെ ആണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടാക്കാൻ പറ്റും. പക്ഷേ ഈ ഹാൻഡിൽ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞത് ബെഞ്ചായിട്ടുള്ള ഹാൻഡിലാണ്, യു ഷേപ്പ് ഹാൻഡിലാണ്. നമുക്ക് വേണമെങ്കിൽ ഡ്യൂക്ക് 200ൻ്റെയോ അല്ലെങ്കിൽ ഡോമിനാൻ്റെ ഒക്കെ ഹാൻഡിൽ കയറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയർ ആയിട്ട്, കാരണം ഈ 4 സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ വരും. പിന്നെ എന്താ പാട് ഒരു ഡോമിനാൻ ഹാൻഡിൽ എടുത്തെങ്കിൽ സ്വാപ്പ് ചെയ്താൽ മതി, വലിയ പണിയൊന്നുമില്ല. ഓൾറൈറ്റ്, പിന്നെ നമുക്ക് സ്വിച്ച് ഗിയറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ പാസ്റ്റ് വരുന്നുണ്ട്. പിന്നെ മോഡ് ബട്ടൺ, ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ABS മോഡ് മാറ്റാൻ പറ്റും. അതുകൂടാണ്ട് കോൾ അലേർട്ട്, മെസ്സേജ് അലേർട്ട് അതൊക്കെ ഡിസ്മിസ് ചെയ്യാനും പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാനും കോൾ റിജക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മോഡ് ബട്ടൺ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഹോൺ വരുന്നുണ്ട്, എൻജിൻ ഗിൽ സ്വിച്ച് കാണാം. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഹൈ ബീമും ലോ ബീമും ആണ്. ഹൈ ബീം ലോ ബീം അല്ല, ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ DRL മാത്രം ഇട്ട് ഓടിക്കാനും പ്രൊജക്ടർ ഓൺ ആക്കിയിട്ട് ഓടിക്കാനുള്ളതാണ് ഈ ലൈറ്റ് എന്ന് പറയുന്നത്. ഓൾറൈറ്റ്, പിന്നെ നമുക്കിവിടെ സ്റ്റാർട്ടർ സ്വിച്ചും വരുന്നുണ്ട്. പിന്നെ കൺസോൾ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്കിപ്പോൾ പുതിയ ഞാൻ പറഞ്ഞു ആ N250 ഇൻട്രൊഡ്യൂസ് ചെയ്ത അതേ കൺസോളാണ് കണ്ടോ. അവിടെ നാവിഗേഷനൊക്കെ കാണിക്കുന്നുണ്ടോ. നമുക്കിവിടെ ന്യൂട്രൽ, RPM മീറ്റർ, ഫ്യൂൽ ലെവൽ ഇൻഡിക്കേറ്റർ, പിന്നെ ഇപ്പോൾ റോഡ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നുണ്ടോ. അത് പണ്ടിപ്പോൾ റോഡ് മോഡാണ്. ഞാനിവിടെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെയിനായി. നമുക്ക് ഓഫ് റോഡ് മോഡ് എന്ന് പറഞ്ഞാൽ കത്തിക്കണം. അതായത് റോഡ്, റെയിന്, ഓഫ് റോഡ്, അങ്ങനെ 3 മോഡിലാണിപ്പോൾ വണ്ടിയുടെ ABS ഇൻട്രവെൻഷൻ വരുന്നത്. അതായത് റെയിൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഇൻട്രൂസീവ് ആയിരിക്കും. റോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിറ്റി യൂസിന് വേണ്ടിയായിരിക്കും. നമ്മുടെ ഓഫ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി റിയർ ചാനൽ ABS ആണ് സിറ്റുവേഷൻ അല്ല, കുറച്ച് ഒരു ABS ഇൻട്രവെൻഷൻ ഉണ്ടാവും, എന്നാലും കുറവായിരിക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബജാജ് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു കട്ട് ഓഫ് റോഡ് പോവുകയാണ്, അപ്പോൾ ബജാജ് പറയുന്നത് റിയർ വീല് കുറച്ചൊന്ന് സ്പിൻ ചെയ്യണമെന്നാണ് ബജാജ് പറയുന്നത്. അപ്പോൾ ABS ഇൻട്രവെൻഷൻ ഒന്ന് കുറയ്ക്കും, അതാണ് ഓഫ് റോഡ്, അല്ലാണ്ട് റിയർ കംപ്ലീറ്റ് ഓഫ് ചെയ്തിട്ടുള്ളൊരു സെറ്റപ്പ് അല്ല. ഓൾറൈറ്റ്, പിന്നെ ഇവിടെ പൾസറിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ആ ഒരു നമ്മുടെ ബജാജിൻ്റെ ആപ്പായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കിവിടെ 10x10 നാവിഗേഷനൊക്കെ വരുത്താൻ പറ്റും. ഇവിടെയാണ് അതിൻ്റെ ലോങ് കാര്യങ്ങളൊക്കെ വരുന്നത്, എത്ര മീറ്റർ ഫ്രണ്ടിലേക്ക് പോവുക, എത്ര മീറ്റർ വളയ്ക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. പിന്നെ ഇൻസ്റ്റൻറ്റ് ഫ്യൂൽ എക്കോണമി ഉണ്ട്. ടോഗിൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ആവറേജ് ഫ്യൂൽ എക്കോണമി വരുന്നുണ്ട്. പിന്നെ എന്നാ വാണിങ്സ്, സെറ്റിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഒട്ടുമിക്ക ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു
ഇത് നേരിട്ട് കാണാൻ നല്ല രസമാണ്, കുറച്ച് വലുതാണ്, നമുക്ക് അടിപൊളിയായിട്ട് കാണാനൊക്കെ പറ്റും. പക്ഷേ ഈ ഒരു ഫുൾ ലേ ഔട്ട് അവർക്ക് യൂസ് ചെയ്തായിരുന്നെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ ആയനെ. ഈവൻ വിത്ത് LCD വൺ ഓഫ് ദ ബെസ്റ്റ് ലുക്കിംഗ് ആയാനെ. പിന്നെ മിറേഴ്സൊക്കെ പറഞ്ഞോട്ടെ, എടുത്ത് പറയണം, വളരെ നൈസാണ്. ബാക്കിലുള്ള എല്ലാ വ്യൂവും കാണാൻ പറ്റും. നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം, അടിപൊളി മിറേഴ്സാണ്. എല്ലാ സകല ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഓൾറൈറ്റ്, ഇവിടെ നമുക്കിവിടെ ഒരു USB ചാർജറും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ മൈലേജ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറൗണ്ട് ഒരു 50 അല്ലെങ്കിൽ ഒരു 45 to 50 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ലെവലിലേക്ക് മൈലേജും കാര്യങ്ങളൊക്കെ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഞാൻ യൂട്യൂബിലും ഫോറത്തിലൊക്കെ വായിച്ചപ്പോഴത്തേക്കും, ടീം ബേസ് പോലുള്ള ഫോറത്തിലൊക്കെ വായിച്ചപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു 45 to 50 കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിവിടെ പഴയ N160 ഉണ്ട്. ഞാൻ അത് ഇട്ടിട്ട് വേണമെങ്കിൽ ഒരു സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ കാണിച്ചു തരാം. വിഷ്വലി തന്നെ കണ്ടാൽ തന്നെ നല്ലൊരു വ്യത്യാസം തോന്നുന്നല്ലേ. എസ്പെഷ്യലി ആ ഒരു ഫ്രണ്ട് ഫോർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗോൾഡൻ ഷാമ്പയിൻ ഗോൾഡ് അപ്പ് ഫ്രണ്ട് ഫോർക്ക്, ടെലസ്കോപ്പിക് ഫോർക്ക്. പിന്നെ ഡിസ്കൊക്കെ ഏറെക്കുറെ സെയിം ആണ്, 300 mm ഡിസ്ക് വരുന്നുണ്ട്. പിന്നെ നോക്കിയാൽ മനസ്സിലാവും ആ ഒരു ബൾബ് ഇൻഡിക്കേറ്റേഴ്സ്, LED ഇൻഡിക്കേറ്റേഴ്സ്. പിന്നത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു കൺസോളാണ്. നമുക്കിവിടെ ആ പഴയ അനലോഗ് കൺസോൾ വരുന്നുണ്ട്. ഐ തിങ്ക് ദിസ് വൺ ഈസ് ബ്രില്യൻ. എന്തുകൊണ്ടത് കളഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇത് മാറ്റി അതാക്കിയപ്പോഴത്തേക്ക് ഒരുപാട് പേര് കരയുന്നുണ്ട്, ദിസ് വാസ് ബെറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നിട്ട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ഓയിൽ കൂളർ ഉണ്ട്, അതിൽ ഓയിൽ കൂളർ ഇല്ല. പവർ ഫിഗേഴ്സൊക്കെ ഏറെക്കുറെ സെയിം ആണ്. പിന്നെ പിന്നിലേക്ക് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു LED ഇൻഡിക്കേറ്റേഴ്സ്, ബൾബ് ഇൻഡിക്കേറ്റേഴ്സ്. ഇവിടെ നമുക്കിപ്പോൾ ആ ഹൈ ബീം എന്നുള്ള ബട്ടൺ പോയി, ഈ ഒരു ഹൈ ബീം ലോ ബീം ബട്ടൺ പോയി. അവിടെ നമുക്കിപ്പോൾ മോഡ് ബട്ടൺ വരുന്നുണ്ട്. അതാണ് സ്വിച്ച് ഗിയറിൽ വ്യത്യാസം. വേറെ വിഷ്വലി വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിപ്പോൾ ഗ്രമേക്ക എന്നുള്ള ബാനാണെങ്കിൽ ഭയങ്കര തെറിച്ചിരിക്കുകയാണ്, അതിൽ കുറച്ചും കൂടി സെറ്റിലായിട്ടുണ്ട്. DTS എടുത്ത് കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബജാജിൻ്റെ ലോഗോ മാത്രമേ കാണുന്നുള്ളൂ. ഇവിടെ നമുക്ക് DTSI ട്വിൻ സ്പാർക്ക് എന്ന് കാണുന്നുണ്ട്. അതിൻ്റെ വിശേഷം എന്താണെന്ന് ചോദിക്കണം കണ്ടിട്ട്. ഐ തിങ്ക് അവർ സ്പാർക്ക് പ്ലഗ് എടുത്ത് കളഞ്ഞു എന്ന് തോന്നുന്നു. കാരണം ഇവിടെ കാണാൻ പറ്റും സ്പാർക്ക് പ്ലഗ് ഇവിടെ പോയിട്ടുണ്ട്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ സ്പാർക്ക് പ്ലഗ് ഇല്ല, അത് അടച്ചിട്ടേക്കുവാണ് അവിടെ. അപ്പോൾ ഐ തിങ്ക് ദിസ് വൺ ഇസ് എ സിംഗിൾ സ്പാർക്ക് പ്ലഗ്. അപ്പോൾ ആ ഒരു വ്യത്യാസം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയോണ്ട് മനസ്സിലായി, കാരണം വേറെ ആരും പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. നമുക്ക് ഈ വണ്ടി ഇപ്പോഴും അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക്. ഐ മീൻ ഇതല്ല, ഇതിൻ്റെ പ്രീവിയസ്, അതായത് ഈ ഒരു കൺസോൾ, ഐ മീൻ ആ വണ്ടി ഇവിടെ ഇല്ല. ഇതിൻ്റെ ഇടത്തൊരു വണ്ടിയുണ്ട്, ഈ ഡിജിറ്റൽ കൺസോൾ വന്നിട്ടുള്ളത്. അതായത് ടേൺ ബൈ ടേൺ നാവിഗേഷൻ ഇല്ലാത്തൊരു മോഡൽ നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ സ്റ്റോക്ക് തീരുന്നവരെ ആ വണ്ടി ഇപ്പോഴും കിട്ടും. പക്ഷേ ഐ തിങ്ക് ദിസ് ഇസ് എ എന്താ പറയുക, ബ്ലൈൻഡ് ഓപ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, കണ്ണും പൂട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ വണ്ടിക്ക് നമുക്ക് കൊച്ചിയിൽ പ്രൈസ് വരുന്നത് 1.8 lakh ആണ്. പില്ലർ നമ്പർ 825 ഓപ്പോസിറ്റുള്ള പോപ്പുലർ ബജാജിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം. ഞാൻ നമ്പറും കാലൊക്കെ താഴെ കൊടുത്തേക്കാം. 1.8 ആണ് വരുന്നത്. ഞാൻ ഫിനാൻസ് ഡീറ്റെയിൽസ്, എത്ര ഡൗൺ പേയ്മെൻറ്റ് അടക്കണം എന്നുള്ളത് സൈഡിൽ ഇപ്പോൾ കൊടുത്തേക്കാം. പിന്നെ വണ്ടിയുടെ എക്സോസിനോടൊന്ന് കേൾപ്പിച്ച് തരാം. വലിയ മാറ്റമൊന്നുമില്ല, പഴയതായിട്ട് ഭയങ്കര സിമിലറാണ്. ഭയങ്കര ബേസിയറാണ്, നല്ല രസമാണ് കേട്ടോണ്ട് ഓടിക്കാനൊക്കെ ആയിട്ട്. എക്സോസിനോട് നമുക്കൊന്ന് കേട്ട് നോക്കാം. 100 ബില്ല് എക്സോസ് കേട്ടോ തന്നെ. ഓ മാൻ, നല്ല ബേസിലായിട്ടുള്ള നോട്ടാണ് കേട്ടോ. പക്ഷെ അത് ഇത്രയും തിരക്കുള്ള സമയത്ത് ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു ബേസിനെസ് അധികം കേൾക്കുന്നില്ല. പയ്യൊന്ന് കൈ കൊടുക്കാം. വാ, ബ്രില്യൻറ്റ്. വിട്ട് വണ്ടിക്ക് ഒട്ടും തന്നെ വെയിറ്റ് ഇല്ല കേട്ടോ. വണ്ടിക്ക് എനിക്ക് 154 കിലോ വെയിറ്റ് ഉള്ളൂ. ഇത് നോക്കിയാൽ ഞാൻ ഈസിലി മുന്തിത്തള്ളി കൊണ്ടുപോകണം. വണ്ടി ഒട്ടും വെയിറ്റ് ഇല്ല. അത് ഈ വണ്ടിയുടെ ഒരു കീ ഹൈലൈറ്റ് തന്നെയാണ്. ഐ തിങ്ക് N250 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അറൗണ്ട് ഒരു 10 kg ലൈറ്ററാണ് ഈ വണ്ടി എന്ന് പറയുന്നത്. അതും ഈ വണ്ടി ഒരു പ്ലസ് പോയിൻ്റ് ആണ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇവിടെ വേറെ വണ്ടി ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ NS കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ആക്ച്വലി മറ്റേ LED ഹെഡ്ലൈറ്റ് ഇല്ലാത്ത മോഡലാണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ പഴയ കൺസോളുള്ള മോഡൽ. ഞാൻ പറഞ്ഞു സ്റ്റോക്ക് ഔട്ട് ചെയ്യുന്ന വരെ മോഡൽ ഇവിടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ N150 ഇവിടെ ഉണ്ട്. ഇതും ആക്ച്വലി പഴയ മോഡൽ N150 ആണ്. പുതിയ മോഡൽ N150ക്ക് നമുക്ക് ഡിജിറ്റൽ കൺസോളാണ് വരുന്നത്. പിന്നെ പൾസർ 150 അപ്ഡേറ്റഡ് ആയിട്ടുള്ള പൾസർ 150 നമുക്ക് ഇവിടെ ഉണ്ട്. സ്റ്റിക്കർ വർക്കാണ് മെയിൻലി. 150 എന്നുള്ള സ്റ്റിക്കർ ഇവിടെ കാണാൻ പറ്റും. ഇവിടെയും 150 വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൺസോൾ കണ്ടോ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതായിരുന്നു ആ ഇടത്തരം കൺസോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ടേൺ ബൈ ടേൺ നാവിഗേഷനോ മറ്റേ റൈഡ് മോഡോ എൻജിൻ ABS മോഡോ ഒന്നും ഉണ്ടാവില്ല. ഒരു ഡിജിറ്റൽ കൺസോൾ. ഇത് തന്നെ ഇപ്പോൾ 220ലേക്കും പോയിട്ടുണ്ട്. വേറെ മാറ്റങ്ങളൊന്നും ഇതിനില്ല. ഐ തിങ്ക് എന്താ പറയുക, ഈ വണ്ടി ആക്ച്വലി ഞാനൊക്കെ എൻ്റെ ചെറുപ്പം തൊട്ട് കാണുന്ന വണ്ടിയാണ് കേട്ടോ. ഐ തിങ്ക് എന്താ പറയുക, ഞാനൊക്കെ ഒരു 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ അപ്പയൊക്കെ കാണുന്നൊരു വണ്ടിയാണ്. ഇപ്പോഴും ആ ഒരു പെയിൻ സ്കീം കൊണ്ട് 2024 പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് അപാരം തന്നെയാണ്, സമ്മതിച്ചു കൊടുക്കണം. ഐ തിങ്ക് ഗ്രാഫിക്സും ഉണ്ട്. എൻജിൻ വൈസും വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും ആൾക്കാർ ഒരുപാട് കിലോമീറ്റേഴ്സ് വേണ്ടിയിട്ട് ഓടിക്കുന്നുണ്ട്. ബജാജ് ആണെങ്കിലും വണ്ടി ഒരുപാട് റീവർക്ക് ചെയ്യുന്നുണ്ട് ത്രൂ ഔട്ട് ദി ഇയർ. അപ്പോൾ റിഫൈൻമെൻറ്റ് ലെവൽസൊക്കെ കൂടുന്നുണ്ട്. പിന്നെ ക്വാളിറ്റി ലെവൽസ് നോക്കുവാണെങ്കിൽ ഐ തിങ്ക് വണ്ടിക്ക് വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൾറൈറ്റ്,
പിന്നെ നമുക്കിവിടെ കിങ് CT110X വരുന്നുണ്ട്. അതായത് നമുക്കിവിടെ റാക്കും കാര്യങ്ങളായിട്ടുള്ള മോഡലകത്ത് വരുന്നുണ്ട്. കുറച്ചും കൂടി പൊങ്ങിയൊരു ഹാൻഡിൽ ബാർ, പിന്നെ ഒരു ഹെഡ്ലൈറ്റ് കവർ ഇവിടെ DR-ലൊക്കെ ആയിട്ട് CT110X ഇവിടെ വരുന്നുണ്ട്. ഐ തിങ്ക് 125X എന്ന് പറഞ്ഞ മോഡൽ ഇവർക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമ്മുടെ പ്ലാറ്റിന. പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയാൻ വേണ്ട, ജസ്റ്റ് നെയിം ഇസ് ഇനഫ്, പ്ലാറ്റിന. ഗായ്സ്, അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, ചേസ്.